ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നത് പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ്. അതിനായി നമ്മൾ ആദ്യം കുറച്ച് മണ്ണെടുത്തു. അതിൻ്റെ മുകളിലായി ഒരു ലെയർ ചകിരിച്ചോറിട്ടു. അതിനുശേഷം കുറച്ച് മണ്ണ് വീണ്ടും ഇട്ടു. അതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നടുമ്പോൾ കപ്പ് നടുന്ന പോലെയാണ് നടേണ്ടത്. അത് വലുതാകാൻ തോറും വേണം നമ്മൾ അതിന് മണ്ണ് കൂട്ടി കൊടുക്കേണ്ടത്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണുമായിരിക്കണം. ഇതിൻ്റെ വേരുകൾ വളരെ ചെറുതാണ്, അതുകൊണ്ട് വേഗം പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നല്ല ഇളക്കമുള്ള മണ്ണ് വേണമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബക്കറ്റിൻ്റെ പകുതി ഭാഗത്ത് മാത്രമേ ചകിരിച്ചോറ് മണ്ണും ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിന് നല്ല വെയിലും ആവശ്യമാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ന്യൂട്രി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ നടാൻ പോകുന്ന ഡ്രാഗൺ ഫ്രൂട്ട്. ഇസ്രായേൽ ഗോൾഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് കേട്ടോ നമ്മൾ നടാൻ പോകുന്നത്. ഇതിന് പുറമേ കാണാൻ മഞ്ഞ നിറമാണ്, അതുകൊണ്ടാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അകത്താണെങ്കിൽ വെള്ള നിറവുമാണ്. ഇതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകുന്നതുകൊണ്ട് ചാച്ചാണ് നടുന്നത്. നമ്മുടെ നാട്ടിൽ പിങ്ക് നിറത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കണ്ടുവരുന്നത്. മഞ്ഞ കണ്ടിട്ടില്ല. ഇവിടെ ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേ. ഇത് നട്ടതിന് ശേഷം നമ്മൾ ഇത്തിരി മണ്ണ് കൂടി അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് നമ്മൾ മാവിൻ്റെ കരിയിലിട്ട് കൊടുക്കുകയാണ്. എൻ്റെ അനിയനും എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ പിന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.